ഈ യൊമാട്ടി ക്ലബിന്റെ വാല്യൂ എന്താണെന്ന്, ഇതിന്റെ ഒരു റിയൽ വാല്യൂ, ഇതിന്റെ ഒരു എക്സെപ്ഷണൽ വാല്യൂ എന്താണെന്ന് ഈ ക്ലബിലുള്ള മെമ്പേഴ്സിനെ, ഓൾറെഡി ഈ ക്ലബിൽ ഉള്ള മെമ്പേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കാനും ഇനി ഈ ക്ലബിലേക്ക് വരാൻ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ബോധ്യം ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ വീഡിയോയാണ് ഇത്. ഹായ് യൊമാട്ടി ക്ലബിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ എൻ്റെ യൊമാട്ടി ക്ലബിലേക്ക് ഉടനെ ചേരാൻ വരുന്ന എൻ്റെ പ്രിയപ്പെട്ട പുതിയ കൂട്ടുകാരെ, ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ യൊമാട്ടി ക്ലബിൽ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, ഇതിൻ്റെ മൂല്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാകും. അതെന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതാവസാനത്തിൽ ഈ ക്ലബിൽ എൻ്റെ അനന്തരാവകാശിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അനന്തരാവകാശിയായിട്ട് ആര് നിലനിൽക്കണം എന്ന് നിങ്ങളുടെ വിൽപത്രത്തിൽ എഴുതി ഒപ്പുവെച്ചിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരും. അത്രയേറെ വാല്യൂ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു ക്ലബ്ബായിട്ട്, ഇപ്പോൾ ഇതൊരു ക്ലബ്ബാണ്, പിന്നീട് ചിലപ്പോൾ അതിൻ്റെ ഫോം മാറിയേക്കാം, പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ഒരു ഗ്രൂപ്പ് അത്രയേറെ വാല്യൂ ഉള്ള ഒരു കോർ ഗ്രൂപ്പായിട്ട് മാറും എന്ന് യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണിത്. താല്പര്യമുള്ളവർ മുഴുവൻ കാണുക. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇവൻ വലിയ ഹൈപ്പ് അടിച്ച ആൾക്കാരെ കൂട്ടാൻ പോവല്ലേ എന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. എനിക്കും അങ്ങനെ ചിന്ത തോന്നിയിട്ടുണ്ട്. ഇവൻ എന്നാണ് ഈ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെയും കൂടെ അങ്ങനെ ക്രിട്ടിസൈസ് ആയിട്ട് ചിന്തിക്കുന്നവരെയും കൂടെ കവർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഞാനിവിടെ ജർമ്മനിയിൽ യൊമാട്ടി എന്നൊരു ബ്രാൻഡ് തുടങ്ങി. അതിൽ തുടക്കത്തിൽ കുറച്ച് ലെതർ വാലറ്റ്സും പിന്നീട് കുറച്ച് ക്യാപ്പുകൾ, ഈ ക്യാപ്പുകളും അതുപോലെ കുറച്ച് വേറെ ക്യാപ്പുകളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള ക്യാപ്പുകളും ഈ ബ്രാൻഡിൻ്റെ വിലയിറക്കി വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക്സിലും അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നു, അതോടൊപ്പം തന്നെ അതേ ബ്രാൻഡിൻ്റെ പേരിൽ ഞാൻ തുടങ്ങിയിരിക്കുന്ന ഒരു അഡീഷണൽ സർവീസാണ്, ഒരു സർവീസ് ആസ്പെക്റ്റാണ് യഥാർത്ഥത്തിൽ യൊമാട്ടി ക്ലബ്ബ്. ഈ യൊമാട്ടി ക്ലബ്ബിലൂടെ നിങ്ങൾക്കെന്താണ് ഗുണം, എനിക്കെന്താണ് ഗുണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രസക്തി. അത് വ്യക്തമാക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ക്ലാരിറ്റി ഉള്ള കാര്യം എൻ്റെ ഈ ബ്രാൻഡിൻ്റെ വിഷനാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന കൃത്യമായ ക്ലാരിറ്റിയാണ് എനിക്കുള്ളത്. ആ ക്ലാരിറ്റിയാണ് സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തരുന്നത്. നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ക്ലാരിറ്റി ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് വരും. ഇനി അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതെങ്ങനെ റീച്ചിലേക്ക് എത്തിക്കാം, ഒരുപാട് ആളുകളിലേക്ക് എൻ്റെ ആശയം എത്തിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രോബ്ലം. ആ പ്രോബ്ലം ഒന്ന് ചെറിയ രീതിയിൽ സോൾവ് ചെയ്ത് ഇപ്പോൾ എനിക്ക് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു 11,000 ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ ഒരു 5,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് കൗണ്ടുള്ള 2 ചാനലുകൾ. പിന്നെ ടിക്ടോക്കും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അത്രയും റീച്ച് എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് തുടക്കക്കാരനായ ഒരാൾക്ക് ഒരു റീച്ചിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ടെക്നിക്ക് എങ്ങനെയാണ് എന്നെനിക്ക് പിടികിട്ടി. അതിലേറ്റവും സിമ്പിളായ കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിലോ, എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ മനസ്സിലുണ്ടായ എൻ്റെ ധാരണയാണ്, ഇതിൻ്റെ ഇതുവരെയുള്ള ബിസിനസ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കണ്ടുപിടിച്ച ഒരു ബേസിക് ബിസിനസ് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ് ഈ പറയുന്നത്. ഒരു ബിസിനസ് പ്രിൻസിപ്പിളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളൊരു 5 യൂറോയോ 10, ഞാനിവിടെ ജർമ്മനിയിലായതുകൊണ്ടാണ് ഈ യൂറോയുടെ കണക്ക് പറയുന്നത്. നമ്മളൊരു 5 യൂറോയോ 10 യൂറോയോ അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എടുത്ത ആൾക്ക് അല്ലെങ്കിൽ ആ സർവീസ് വാങ്ങിച്ച ആളുകൾക്ക് അതിനേക്കാൾ ഒരു 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വാല്യൂ അയാൾക്ക് ഫീൽ ചെയ്താൽ, അയാൾക്ക് റിയലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ വീണ്ടും നമ്മുടെ സർവീസ് എടുക്കും. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബ്രാൻഡിനോട് ചേർന്ന് നിൽക്കും. ആ ഒരു റിയൽ ഫീൽ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു റിയൽ എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് വിജയിക്കും. ആ ഒരു ഐഡിയയാണ് യൊമാട്ടിയുടെ ലെതർ വാലറ്റ്സിൻ്റെ വിൽപ്പനയിലൂടെ ഞാൻ നേടിയെടുത്ത അറിവ്. ആ അറിവാണ് ഞാൻ മറ്റു രീതിയിലേക്ക് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ യൊമാട്ടിയുടെ സർവീസ് ആസ്പെക്റ്റിലേക്ക് വന്നത്. അതായത് യൊമാട്ടി ക്ലബ്ബ്. യൊമാട്ടി വാലറ്റിലൂടെ എങ്ങനെയാണ് ആ ഒരു വാല്യൂ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും.
എൻ്റെ വാലറ്റ് വാങ്ങിയതിലൂടെ ആ വാലറ്റ് പർച്ചേസ് ചെയ്ത അയാളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനോ നമ്മുടെ പേജിലൂടെ ഹൈലൈറ്റ് ചെയ്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ, അത് ഷോക്കേസ് ചെയ്ത് കാണിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു വാലറ്റ് അതോടൊപ്പം തന്നെ അയാളുടെ ബിസിനസ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷനെ ലൈക്ക് ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി, അത് എൻ്റെ പേഴ്സണൽ പേജിലൂടെ, ഇത്ര റീച്ചുള്ളൊരു പേജിലൂടെ അവരുടെ കാര്യം നമ്മൾ ഷോക്കേസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ട്. അവർ പേ ചെയ്തതിന് അവർക്ക് കൂടുതൽ വാല്യൂ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഇത് തന്നെയാണ് യൊമാട്ടി ക്ലബിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിലെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകളെ ഞാൻ കട്ടയ്ക്ക് സഹായിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ എന്നെ സഹായിക്കണമെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അതിനെനിക്ക് ബഡ്ജറ്റ് വേണം. അത്രയും ബഡ്ജറ്റ് എനിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് വളരെ ചെറിയ ബഡ്ജറ്റിലൂടെ ഒരു റീച്ച് എത്തിക്കുക? അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പഠിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായി, ഇതുപോലെ പുതിയതായി തുടങ്ങുന്ന ബിസിനസ് അവരുടെയും പെയിൻ പോയിന്റ് ഇതാണ്, അവരുടെ പ്രോബ്ലം ഇതാണ്. നമ്മളൊരു പ്രോഡക്റ്റോ ഒരു സർവീസോ ഇറക്കുമ്പോൾ അത് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം, അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ ഐഡിയ ഒക്കെ നല്ലതാണെങ്കിൽ പെട്ടെന്ന് റീച്ച് ആവും. പക്ഷേ തുടക്കക്കാരൻ എന്ന നിലയിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗോരിതം ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഒന്ന് പറക്കാൻ പറ്റുക. അതായത് നമുക്ക് ചിറകുകളുണ്ട്, പക്ഷെ അതിനൊരു പവർ വരാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സ്റ്റേജ് കടന്നു പോകണം. ഒരു 0 to 1 അല്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഗിയറെ വീഴണം. ആ ഒരു സെക്കൻഡ് ഗിയറെ വീണാലേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഗിയറിൽ പോയാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ, അതങ്ങനെ ചലിക്കില്ല. അപ്പം അതൊന്നും മാറി ഒരു സെക്കൻഡ് ഗിയറിലിട്ട് ഒരു തേർഡ് ഗിയറിലോട്ട് ഇടുവാണെങ്കിൽ വരെ നമ്മൾക്ക് എക്സ്ട്രാ സപ്പോർട്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട്, എൻ്റെ ഒരു സപ്പോർട്ട്, എന്നിലൂടെ ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിച്ച് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളുകളുടെ ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുകയാണെങ്കിൽ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുകയാണെങ്കിൽ, കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റഡ് ആണ്. അപ്പം ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് അവരെ കട്ടയ്ക്ക് സഹായിക്കുന്ന, അവരൊരു ബിസിനസ് നടത്തുമ്പോൾ അവർക്കൊരു വളർച്ച ഉണ്ടാകുമ്പോൾ ആ കൂടത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങളുടെ വിജയങ്ങളിലേക്ക് സന്തോഷം തോന്നുക, ഒരിക്കലും അസൂയല്ല. നിങ്ങൾ വിജയിക്കേണ്ടത് അവരുടെയും കൂടെ ആവശ്യമായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ യൊമാട്ടി ക്ലബിലൂടെ ഞാനതിനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കൂടുതൽ വരാം. അതായത് തുടക്കത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആളുകളെ, അല്ലെങ്കിൽ ഒരു റീച്ച് ഇല്ലാത്ത ആളുകളെ ആ റീച്ചിലേക്ക് കയറ്റി വിടാനായിട്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ യൊമാട്ടി ക്ലബിലൂടെയും അതുപോലെ എൻ്റെ പേഴ്സണൽ പേജിലൂടെയും ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ ഏറ്റവും ബേസിക്കലി ചെയ്യേണ്ടത് ഈ യൊമാട്ടി ക്ലബിൽ അംഗമായിരിക്കുക എന്നുള്ളതാണ്. ഈ ക്ലബിൽ അംഗമാകുക എന്ന് പറഞ്ഞാൽ അത് പല രീതിയിൽ ചെയ്യാം. ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്, യൊമാട്ടി ക്ലബിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട. അതിൽ തീർച്ചയായിട്ടും എൻ്റെ കണ്ടന്റുകൾ അതുപോലെ ഈ യൊമാട്ടി ക്ലബിൻ്റെ കണ്ടന്റുകളൊക്കെ വരും. അപ്പോൾ അതിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ട്, വ്യക്തിപരമായിട്ട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരേ ലൈക്ക് മൈൻഡഡ് ആയ ആളുകളുടെ ഹെൽപ്പ് കിട്ടാനും കൂടി ഞാൻ തുടങ്ങിയ പരിപാടിയാണ് യൊമാട്ടി ക്ലബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. യൊമാട്ടി ക്ലബിൽ അംഗമായിരിക്കുക എന്ന് പറഞ്ഞാൽ യൊമാട്ടി ക്ലബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സർവീസുകളും ഫ്രീ ആണ്. അപ്പോൾ ആ യൊമാട്ടി ക്ലബിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാൻ ഒരു ചെറിയ പേയ്മെൻ്റ് ഉണ്ട്. പക്ഷെ ആ പേയ്മെൻറ്റ് പോലും ഇപ്പോൾ ഒരു 5 യൂറോയോ 10 യൂറോയോ എത്രയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് നിങ്ങൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ, ഇപ്പോൾ ഒരു 10 യൂറോ ആണെങ്കിൽ നിങ്ങളൊരു മാസം അടയ്ക്കുന്നെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന വാല്യൂ 100 യൂറോയോ അതിൽ കൂടുതലോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ആയിട്ട് നിങ്ങൾക്കത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതാണ് ഞാൻ മേക്ക് ഷുവർ ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുകയോ സർവീസ് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ആരെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ പേയ്മെൻറ്റിനനുസരിച്ചുള്ളൊരു വാല്യൂ കിട്ടിയെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3 ഇരട്ടിയോ 5 ഇരട്ടിയോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ഒന്നുമല്ല, അതിലും കൂടുതൽ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് യൊമാട്ടി ക്ലബിലൂടെ എൻ്റെ ഒരു ഉദ്ദേശം. ആ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതാണ് ഞാൻ ഈ യൊമാട്ടി ക്ലബിലൂടെ ചെയ്യാൻ പോകുന്നത്. അതിലുള്ള ആദ്യത്തെ കാര്യമാണ്, ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് തുടങ്ങുമ്പോൾ അവൻ്റെ പ്രസ്ഥാനത്തിൽ അവൻ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അത് ഏതും ആയിക്കോട്ടെ, എന്ത് പരിപാടിയും ആയിക്കോട്ടെ, അവനിപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവൻ ആ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ,
എൻ്റെ യുമാട്ടി ക്ലബിലൂടെ, എൻ്റെ പേഴ്സണൽ പേജിലൂടെ ഞാൻ വേണമെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും. അവർക്കൊരു പറക്കം പറ്റുന്നോണം വരെ, അവർക്ക് സ്വന്തമായിട്ടൊന്ന് റോൾ ഔട്ട് ആവുന്നതോട് വരെ അവർ എന്തുമാത്രം നമ്മുടെ ഹെൽപ്പ് വേണോ അവരാവശ്യപ്പെടുന്നുണ്ടോ അത്രയും നാൾ നമ്മളവരെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. യുമാട്ടി ക്ലബിൽ അംഗമായിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. പക്ഷെ അത് മാത്രമല്ല, എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു പരിപാടി മാത്രമല്ല യുമാട്ടി ക്ലബിലൂടെ. അങ്ങനെ ഒരു വാല്യുവേഷൻ മാത്രമല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു 10,000 ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലോ നമുക്ക് വേറൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ അവൻ്റെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്സിനെ കുറിച്ച് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു റേറ്റ് വരിച്ചാണ് ഏറ്റവും കുറഞ്ഞൊരു 25,000 രൂപ ഉറപ്പായിട്ട് ചോദിക്കും. പക്ഷേ അത് ഒരു വീഡിയോയ്ക്കായിരിക്കും അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ 1-2 വീഡിയോകൾക്കായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. യുമാട്ടി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യുമാട്ടി ക്ലബിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾ ആ മാസം എത്ര വീഡിയോ ഇട്ടാലും വൺസ് അത് കൺവിൻസിങ് ആയെന്നല്ല, അത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് കൺവിൻസിങ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ റിയലി കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒരു കൺവിക്ഷൻ എനിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയുടെ കൊളാബുകളും യുമാട്ടി ക്ലബിൽ അത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എൻ്റെ പേഴ്സണൽ പേജിൽ നിങ്ങളുടെ ബിസിനസ് നമ്മൾ ഷോക്കേസ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളെ ഉയർത്തിവിടും. അത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. പക്ഷെ അത് മാത്രമല്ല, ഇനി അടുത്ത പോയിന്റാണ് യുമാട്ടി ക്ലബിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നമ്മൾ ബിസിനസ്സുകാരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിലിങ്ങനെ മുഴുകി കിടക്കും. നമുക്ക് വേറൊന്നും ലോകത്ത് നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാകത്തില്ല. കാരണം പ്രത്യേകിച്ച് ആണുങ്ങളോട് ആണെങ്കിൽ പറയുകയും കൂടെ വേണ്ട. നമുക്ക് ആ ഒരു ബിസിനസ്സിൽ ഇങ്ങനെ മുഴുകി അതെങ്ങനെ നടത്തണം, ഇതെങ്ങനെ റോൾ ഔട്ട് ആക്കണം, ഇതെങ്ങനെ മുന്നിൽ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കണം എന്നുള്ള ഇങ്ങനെ ചിന്തയായിരിക്കും. അത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ യുമാട്ടി ക്ലബിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നിങ്ങളുടെ ഐഡിയ അടിപൊളിയാണ്, നിങ്ങൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഇതുപോലെ ഒരുപാട് ഐഡിയ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പം അവരുടെ ഐഡിയയും അവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള എക്സ്പോഷർ അവർക്കും കിട്ടുന്നുണ്ട്. ആ ഒരു വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനൊരു സിസ്റ്റവും പ്രോസസ്സും നിങ്ങൾക്ക് ആ ബിസിനസ്സിനുണ്ടെങ്കിൽ, ആളുകൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിൽ ട്രസ്റ്റ് വരികയും ആ കമ്പനിയുടെ വാല്യൂ നല്ല രീതിയിൽ ഉയരുകയും ചെയ്യും. അവിടെയാണ് നമ്മുടെ ബിസിനസ് കിടക്കുന്നത്. നമ്മൾക്കൊരു ബ്രാൻഡ് ഉണ്ടായിരിക്കുക, അതിന് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കുക, അതിനൊരു സിസ്റ്റവും പ്രോസസ്സും ഉണ്ടായിരിക്കുക. നമ്മളില്ലെങ്കിൽ പോലും ആ ഒരു ബിസിനസ് നടക്കും, അതിനുള്ള സിസ്റ്റവും പരിപാടികളും ഒക്കെ ഉണ്ട് എന്ന് അത് ഉറപ്പുവരുത്തുക. ആ ബ്രാൻഡിന് ഒരു വാല്യുവേഷൻ ഉണ്ടാക്കുക.